ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുഞ്ഞാവ് വന്നിട്ട് ഇന്നേക്ക് 22 ഡേയ്സ് ആയി. അപ്പോൾ ഇന്ന് വാവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ആൾക്ക് വയ്യ, മൂക്കടപ്പും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതോട്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ടിരിക്കുന്ന AC ഇട്ടുകൊണ്ട് ഫുൾ കവർ ചെയ്തിട്ട് അവനെ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. പുലർച്ചെ അപ്പോൾ ഭയങ്കര മൂക്കടപ്പൊക്കെ ആയിട്ട് ഉറങ്ങിയില്ല ആള്. അപ്പോൾ ഇങ്ങനെ എണീറ്റ് വന്നാൽ പിന്നെ ലൈറ്റ് ഇട്ടപ്പോൾ മറ്റേ എണീറ്റിട്ടുണ്ട്. എണീറ്റ് വന്നാൽ പിന്നെ ഇതാട്ടോ ആളിങ്ങനെ ഉമ്മ വെച്ച് പൊതിഞ്ഞ് വെക്കും. ഇവിടെ വേറൊരാളൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആളും കൂടെ ഇപ്പോൾ എത്തും. നമ്മളെ മുകളിലാണ്, അപ്പോൾ മറ്റേ ആൾ താഴെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എണീച്ചെന്ന് തോന്നിക്കഴിയുമ്പോൾ അടുത്ത ആളൂടെ വന്നിട്ട് ഇതാ ബേബിനെ ഇങ്ങനെ ഉമ്മ കൊടുത്ത് ഇങ്ങനെ ബേബിനോട് കളിക്കട്ടോ കുറച്ച്. ഇത് അവരെ കളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നല്ല താഴത്തേക്ക് ഇറങ്ങും. മേലെ കേട്ടോ 20 ഡേയ്സ് കഴിഞ്ഞപ്പോൾ നമ്മൾ മേലത്തേക്ക് വന്നു. സ്റ്റെപ്പ് കയറുന്ന ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല മേലത്തേക്ക്. പിന്നെ മേലെ ആകുമ്പോൾ AC ഉണ്ട്. അപ്പോൾ ചൂട് കുഴപ്പമില്ലല്ലോ. താഴെ ഭയങ്കര ചൂടാണ്. പിന്നെ നമ്മൾ ചായ ഒക്കെ ഇട്ട് കുടിച്ചു. മോനെ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചിട്ട് പിന്നെ അവർ 8 മണിയാകുമ്പോൾ അവൻ്റെ വണ്ടി വരും. അപ്പോൾ അങ്ങനെ അവനെ സ്കൂളിലേക്ക് വിട്ടിട്ട് പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പൊതുവേ കഴിക്കുക ചായയും മുട്ടയും പഴമാണ്. ഇന്നൊരു മാറ്റത്തിന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നൂൽപ്പിട്ടും ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. പിന്നെ ചെറുപായി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൂന്നും കൂടെ കഴിച്ചു കേട്ടോ. മുട്ട പിന്നെ കഴിക്കാൻ വിചാരിച്ചിട്ട് ചായയും ഇതൊക്കെ കഴിച്ചു. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. 10:30ക്ക് ശേഷം ഇവിടെ ഉള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കുട്ടികളുടെ ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനെ കാണിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഇന്ന്. ഡെലിവറി കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നേരെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുക കേട്ടോ. സ്മൂത്തി പോലെ ഉണ്ടാക്കുക. ഇന്ന് ഈത്തപ്പഴം സ്റ്റോക്കില്ല, മധുരത്തിന് ഈത്തപ്പഴം ഇടൽ. അപ്പം ഉള്ള ഒക്കെ ഇടുക, കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് പഴം ഇട്ട് കൊടുക്കുക. ചെറുപഴമുണ്ട്. അപ്പോൾ അത് ഇതിൽ മെയിനായിട്ട് ഇട്ടിട്ടുള്ളത് ബദാം, കടല, ഉണക്ക നെല്ലിക്ക, വാൽനട്ട്, പിന്നെ ബെറീസ് ഉണ്ട് കേട്ടോ. ബ്ലൂബെറി ഒരു ബെറി ഉണ്ട് അതിൽ. പിന്നെ മുന്തിരി, പഴം, അണ്ടിപ്പരിപ്പ് ഇത്ര ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് സ്മൂത്തി പോലെ അടിച്ചെടുത്തു. അതിലേക്കൊരു ഫ്ലേവറിനും ഇച്ചിരി മധുരത്തിനും വേണ്ടി ഹോർലിക്സ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ രാവിലത്തെ മുട്ട ബാക്കിയുണ്ടല്ലോ കഴിക്കാൻ, അതും കൂടെ കഴിച്ചു കേട്ടോ. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആൾ എണീറ്റു. പിന്നെ ആളും കൂടെ എടുത്തിട്ട് മോനെയും കൂടെ എടുത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പോകണം അതിൻ്റെ ഒരുക്കത്തിലാണ്. മോനെ കുളിപ്പിച്ചില്ല, ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് റെഡി ആവാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും റെഡിയായി. പിന്നെ നമ്മൾ എന്തായാലും വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. അതുകൊണ്ട് പിന്നെ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഞ്ഞി കുടിച്ചു കേട്ടോ. കഞ്ഞി അത്യാവശ്യം 2 ഗ്ലാസ് കഞ്ഞി കൂടെ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. ആൾ റെഡി ആയിട്ടുണ്ട്. ആൾ നല്ല ഉറക്കം കേട്ടോ. പിന്നെ നമ്മൾ അവനെ കേരി ബാഗിൽ ഇട്ടിട്ടാട്ടോ കൊണ്ടുപോകാം. അതാകുമ്പോൾ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും, നമുക്കൊരു ട്രിപ്പും കിട്ടുമല്ലോ, പിടുത്തം കിട്ടും. ആൾ ചെറുതല്ലേ, 22 ഡേയ്സല്ലേ ആയുള്ളൂ. അങ്ങനെ അവൻ്റെ കേരി ബാഗിൽ ഇട്ടിട്ടാണ് അവനെ നമ്മൾ കൊണ്ടുപോയുള്ളത്. പിന്നെ അവിടെ പോയി വെയിറ്റൊക്കെ നോക്കി ഡോക്ടർ നന്നായിട്ട് കളിപ്പിച്ചിട്ടോ. അവനെ ഇരുത്തിക്കൊക്കെ ചെയ്തു. പക്ഷേ ആളെ മൂക്ക് നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് പറഞ്ഞ്. പിന്നെ ആളൊരു കണ്ണിൽ നന്നായിട്ട് ചീ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിനുള്ള മെഡിസിൻ എടുത്തു. മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കണ്ണിൽ എത്തിക്കാനും. പിന്നെ ഒരു എക്സസൈസ് പറഞ്ഞു തന്നു കേട്ടോ, കണ്ണിൻ്റെ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. 25 ഡേയ്സ് 3 വീക്സ് 25 ഡേയ്സ് ചെയ്യാൻ പറഞ്ഞു. അത് 25 ടൈംസ് വെച്ചിട്ട് ആ ഒരു എക്സസൈസ് 3 വീക്സാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു 3 ദിവസം ഈ ഒരു മരുന്ന് ഉറ്റിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നാളെ കണ്ണിലിങ്ങനെ ഫുൾ ടൈം ഒരു കണ്ണ് ഫുള്ള് ചീ വരും. വീട്ടിലെത്തിയപ്പോൾ വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ നോക്കുമ്പോൾ നൂൽപുട്ട് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ 2 നൂൽപുട്ടും ആ കറിയൊക്കെ എടുത്തു. ഉച്ചയ്ക്കുള്ള മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തു. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ബോറടിക്കില്ല. രാവിലെ കഴിച്ചെന്ന പോലെ തോന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ കഴിച്ചു. പിന്നെ ചെറുപഴം ഇവിടെ പഴുത്തിട്ടുണ്ടായിരുന്നു, കൊലയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ കൂടെയും ഇതാണ് ഇപ്പോൾ മധുരത്തിന് ഭാഗത്തായിട്ട് കഴിക്കുന്നത്. എനിക്ക് എന്ത് വെച്ചാലും മധുരം കഴിക്കണം, അങ്ങനത്തെ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളായിട്ട് ഞാൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും നമ്മളെ മോൻ എണീറ്റു കേട്ടോ. ഇപ്പം പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മോനെടുക്കുക, നോക്കുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെയാണല്ലോ പണി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊരു ചായ കൂടെ ഉണ്ടാക്കി കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനാട്ടോ ചായ. നിങ്ങൾ ആരെങ്കിലും കൂട്ടത്തിൽ ചോറിൻ്റെ കൂടെ ചായ കഴിക്കുന്ന ആൾക്കാരുണ്ടോ? എനിക്ക് ചായ എപ്പോൾ എന്തിൻ്റെ കൂടെ കിട്ടിയാലും ഓക്കെ ആട്ടോ. അപ്പം അങ്ങനെ ചോറിന് അവിയലുണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, മീൻ പൊരിച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മൂന്നും കൂടെ കൂട്ടി ചായയും കൂടെ കൂട്ടി കുടിച്ചു കേട്ടോ. ചായയിൽ മധുരമുള്ള എന്തെങ്കിലും ഒരു ജ്യൂസോ എന്തെങ്കിലും കിട്ടിയാൽ മതി എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. എനിക്ക് ഓക്കെ ആട്ടോ. ചോറിൻ്റെ കൂടെ അല്ല, എന്തിൻ്റെ കൂടെയായിരുന്നു ചായയും മധുരമുള്ള ഐറ്റംസോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആട്ടോ. ഈവനിങ് ആയപ്പം പിന്നെയും ചായയിലേക്ക് തന്നെ കേട്ടോ. ചായ കട്ടൻ ചായയാണ്, പാൽ ചായ അല്ല. കട്ടൻ ചായ എടുത്തു. കട്ടൻ ചായ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, മറ്റേ ഷുഗർ ഇങ്ങനെ ഇട്ടിട്ടുള്ള ബിസ്ക്കറ്റ്. അപ്പോൾ ചായയിൽ ഷുഗറൊന്നും ഇല്ല കേട്ടോ. ഷുഗർ ഇല്ലാത്ത വിത്തൗട്ടും ഈ നൈസ് ടൈമിൻ്റെ ബിസ്ക്കറ്റും കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങി അങ്ങനെ മെല്ലെ എൻജോയ് ചെയ്ത് ചായ കുടിച്ചിട്ട് അങ്ങനെ ഉള്ളിൽ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് റൂമിൽ തന്നെ ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് ആകെ സ്ട്രെസ്സ് ഫീൽ ചെയ്യും, ആകെപ്പാടെ ഇതാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല, കുറച്ച് പുറത്തൊക്കെ ഇറങ്ങി ആ ഒരു രീതിയിലാട്ടോ ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടി പട്ടാളംസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. പിന്നെ അവരെ കളിയായി. അവർ ഇപ്പോൾ ഉമ്മനെ വെയിറ്റ് ചെയ്യാട്ടോ. ഉമ്മ വരുമ്പം ഫ്രൈഡ് ചിക്കൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു വെയിറ്റിംഗ് ഇല്ല. പിന്നെ അവരങ്ങനെ കളിച്ചിരുന്നു. പിന്നെ ഒരു രാത്രിയായപ്പോഴത്തേക്ക് ഉമ്മ എത്തിയിട്ടു. ഉമ്മ വരുമ്പോൾ അതാ അവർക്കുള്ള ഫ്രൈഡ് ചിക്കനൊക്കെ കൊണ്ടുവന്ന് അവർക്കെല്ലാം എല്ലാവർക്കും ഉള്ളത്
നമ്മൾ 8 പീസിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട് കേട്ടോ, അവിടെ വാങ്ങിച്ചത്. അങ്ങനെ അവരത് ഒക്കെ കഴിച്ചിട്ടു. അവന് ഫ്രഞ്ച് ഫ്രൈസ് വേണം പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തണുത്ത് പോയി, അതുകൊണ്ട് അവർക്ക് അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ 4 ബന്നും 8 പീസ് ചിക്കനും ഉണ്ടായിരുന്നു. പിന്നെ മയണൈസും ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ രാത്രി കഴിച്ചിട്ടോ.